ഹലോ. ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ജാൻമണിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ജാൻമണി ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ്. ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം. നമ്മുടെ ഇപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ തല്ലുകൂടിയിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോന്താമ കിട്ടുന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഒരിക്കലും അവരെ അച്ഛനെ വിളിക്കാൻ നിൽക്കില്ല. വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും അല്ലേ? അതൊക്കെ കോമൺ ആണ്. പക്ഷെ അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ പ്രതികരിക്കും, നല്ല ഇടി കിട്ടും നമുക്കറിയാം. ആ ഒരു ബോധം പോലും ഇല്ലാതെ അതായത് ഒരു ചെറിയ കുട്ടിയുടെ ഒരു ബോധം പോലും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിനെ സോഷ്യൽ മീഡിയയിൽ ഇവർ തെറി വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കണമെങ്കിൽ ഇവർക്ക് അത്രമാത്രം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ആരാണ് പ്രധാനമന്ത്രി എന്നും അതിപ്പോ ഏത് പാർട്ടി ആയിക്കോട്ടെ, എന്താ പറയുക, എൻ ഡി എ ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, ഏതൊരു പാർട്ടി ആണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കണം അല്ലെ? പിന്നെ അതേപോലെ ഞാനിപ്പോ UDF ആണ് അല്ലെങ്കിൽ LDF ആണ് എന്നുണ്ടെങ്കിൽ എതിർ പാർട്ടീനെ നമ്മൾ വിമർശിക്കേണ്ടത്, അല്ലെങ്കിൽ എതിർ പാർട്ടി നമ്മുടെ പാർട്ടിനെ തന്നെ നമുക്ക് ചിലപ്പോൾ വിമർശിക്കേണ്ടി വരും അല്ലെ? അത് നല്ല രീതിയിൽ പറയുമ്പോഴാണ് അത് അവരെ ആക്സെപ്റ്റ് തന്നെ ചെയ്യുള്ളൂ. ഇതിപ്പോ നമ്മൾ എത്രയും നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് അവര് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാൻമണി തെളിയിച്ചു കഴിഞ്ഞു, ഷീ ഡോണ്ട് ഹാവ് എനി സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് അല്ലെ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് വിവരം ഇല്ല എന്ന് പോലും അവർ തെളിയിച്ചു കഴിഞ്ഞു. ഓൾറെഡി അവർക്ക് അങ്ങനെ ഒരു ഇമേജ് തന്നെയാണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ അവരുടെ ആ ലാംഗ്വേജ് കാര്യങ്ങൾ അത് മോശം തന്നെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഇവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ മീഡിയാസുകൾ, അതും വളരെ സബ്സ്റ്റാൻഡേർഡ് ആണ്. ഇവർ അതിന് പ്രതികരിക്കുന്ന രീതി ചിരിച്ചിട്ടൊക്കെയാണ് അവർ വർത്താനം പറയുന്നത്. അതിനൊക്കെയാണ് ശരിക്കും അവർ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടത്. അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ചീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ എന്നോട് ചോദിക്കുന്ന വെച്ചാൽ എന്തായാലും അതിന് റിയാക്ട് ചെയ്തിരിക്കും. അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഇവർ മറ്റുള്ള കുറച്ചും കൂടി ഡിഗ്നിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരോട് ഇവർ ചോദിക്കുക, സോഷ്യൽ മീഡിയയിലത്തെ ഏതെങ്കിലും എന്റർടൈൻമെന്റ് മീഡിയാസ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കില്ല, ചോദിക്കാൻ പേടിയായിരിക്കും. പക്ഷെ ഇവരോടൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ ആസ്ട്രോടാക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതില് ആശാ ശരത്ത്, അതുപോലെ മമത മോഹൻദാസ്, ആഹ് വേറെ കുറച്ച് നടിമാരൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾക്ക് മനസ്സിൽ ഇപ്പൊ ആശാ ശരത്തായിരുന്നു നല്ലൊരു ഡാൻസർ ആണ്, ആ രീതിയിൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്ത അതാണ്. ഇവരൊക്കെ വന്നിട്ട് ഈ വക ഒരു ആപ്പിനൊക്കെ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വെറുതെ ഇവരുടെ വില തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവരൊക്കെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പൈസക്ക് വേണ്ടി എന്തും, അതായത് സോഷ്യൽ മീഡിയയിൽ എന്തും അവർ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെന്നാണ്. അപ്പൊ അതിലൊക്കെ വീഴാതിരിക്കാൻ നോക്കുന്നത് നമ്മുടെ കടമയാണ്. നമ്മൾ മനസ്സിലാക്കണം എന്തെന്ന്, തെറ്റ് ഏത് ശരി ഏത്, ഇവർക്ക് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. എല്ലാവരും അതും മനസ്സിലാക്കിയിട്ട് വേണം ഈ മുന്നോട്ട് ജീവിക്കാനായിട്ട്. അല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോ ഒരു വെറുതെ എന്റർടൈൻമെന്റ് വേണ്ടി പറഞ്ഞു മാത്രം. താങ്ക് യു.